The Chola administration. The Cholas were predominant political power of South India between 9th and 14th century CE. നോക്കൂ, ഒരു ചോദ്യം ഉണ്ട് അവിടെ. എന്താ ചോദ്യം? നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ് കേട്ടോ പറയണത്. Predominant political power of India between 9th and 14th century. ആരാ? ചോള. ഒരു ചോദ്യമാണ് അവിടെ. അതിന്റെ ഉത്തരം എന്താ? ചോള. അപ്പോ 9ാം നൂറ്റാണ്ടിനും 14ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള അതായത് ഇന്ത്യയില് എന്താ പറയാ, പ്രീഡോമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും ഭരണം കൈവശപ്പെടുത്തിയിരുന്ന ഒരാൾക്കാർ, പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തി, എങ്ങനെയാണ് മലയാളത്തിൽ കൊടുക്കുന്നത് കണ്ട, ആണ് ആര്? ചോള എന്ന് പറയുന്നത്. നോക്കൂ, the country was ruled by a central government which included the king and sovereign authority. ഞാൻ അന്ന് നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യം എനിക്കിപ്പോ ഓർമ്മ വരുന്നു. നമ്മുടെ രാജ്യത്തെ സോവറീൻ അതോറിറ്റി ആർക്കാ? ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോ സോവറീൻ അതോറിറ്റി ആർക്കാ? പരമാധികാരം എന്ന് പറയും, മലയാളത്തിൽ നമ്മൾ പറയും പരമാധികാരം. ആ പരമാധികാരം ഇന്ത്യയില് ആർക്കാണിപ്പോൾ? കണ്ട, ഇവിടെ പരമാധികാരിയായ രാജാവ്, ഉപദേശകരായ മന്ത്രിമാർ, ഉദ്യോഗസ്ഥന്മാർ, ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ കഥ പറയണത്. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ പരമാധികാരം ആർക്കാ? ഞാൻ അന്ന് ചോദിച്ച ചോദ്യ, എന്നിട്ട് ഞാൻ തന്നെ ഉത്തരം പറഞ്ഞു. ഇന്നും ഞാൻ തന്നെ ഉത്തരം പറയേണ്ടി വരുമോ? ആ ജനങ്ങൾക്ക്, നമ്മൾക്ക്. മിടുക്കി. ഓർമ്മ ഉണ്ട്. കണ്ട, അത് ഓർമ്മയിൽ അങ്ങനെ വരണം. നോക്കുക, മിനിസ്റ്റേഴ്സ്, അഡ്വൈസേഴ്സ് ആൻഡ് ഓഫീസേഴ്സ്. ഇവിടെ അങ്ങനെയല്ല, രാജാവിനായിരുന്നു സോവറിൻ അതോറിറ്റി. മിനിസ്റ്റർമാരാരായിരുന്നു? രാജാവിനെ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാർ. They followed the patrilineal system of inheritance. അവര് തുടർന്നു വന്നിരുന്നത് എന്തായിരുന്നു? എന്ത് സിസ്റ്റം ആയിരുന്നു? അതൊരു ചോദ്യം കേട്ടോ അവിടെ. പാട്രിലീനിയൽ സിസ്റ്റം. എന്ത് സിസ്റ്റം എന്ന് പറയുന്ന പേര്? ആ സിസ്റ്റത്തിന്റെ പേരെന്താ? മക്കത്തായം എന്നാണ് അതിനെ പറയുന്നത്. മക്കത്തായം, പട്രിലീനിയൽ എന്ന് പറയുന്നത് മക്കത്തായം. നോക്കൂ, ഓഫ് ഇൻഹെറിറ്റൻസ്. The Chola administration was regulated through royal decrees. ഇനി ചോള രാജാക്കന്മാരുടെ ഈ ഭരണ കാലഘട്ടത്തിൽ അഡ്മിനിസ്ട്രേഷൻ നടന്നിരുന്നത്, അതായത് ഭരിക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നടന്നിരുന്നത് ആര് വഴിയായിരുന്നു എന്ന് പറയുന്നത്? ചോള ഡിക്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോളന്മാരുണ്ടാക്കിയിട്ടുള്ള ചില നിയമങ്ങളുണ്ട്, രാജാക്കന്മാരുണ്ടാക്കി. രാജശാസനം എന്ന് പറയില്ലേ, നമ്മള് മലയാളത്തിൽ അങ്ങനെ കൊടുത്തുള്ളൂ കേട്ടോ, രാജശാസനം. അതുവഴിയാണ്. The orders of the king were circulated to other officers by an important officer is known as ഒലൈ നായകം. അവിടെ ഒരു ചോദ്യം കിട്ടിയിട്ടാ, രാജാവിന്റെ പ്രധാനപ്പെട്ട ഓഫീസറുടെ പേര് കണ്ടാ. അതായത് ഓർഡേഴ്സ് ഓഫ് കിങ്, കിങ്ങിന്റെ ഉത്തരവുകൾ ഉണ്ടല്ലോ, ഓർഡറുകള്, അത് മറ്റുള്ള ഓഫീസർമാർക്കിടയിലേക്ക് കൊണ്ടെത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹത്തിന്റെ പേരാണ് ഒലൈ നായകൻ. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഒലൈ നായകൻ. ഇതൊക്കെ ഇങ്ങനത്തെ പോയിന്റുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടാ പരീക്ഷയ്ക്ക്. ഇന്നിരുന്നിട്ട് ആ പോയിന്റുകൾ പഠിക്കുക. ഈ ചോളഭരണം വരെയുള്ള പോയിന്റുകൾ ഇന്നിരുന്ന് പഠിക്കുക. അല്ലെങ്കിൽ ചോളഭരണം കൊടുത്താലോ നമുക്ക് ഇന്നത്തെ പരീക്ഷയില്? നിങ്ങൾക്ക് എന്തുമായാലും കുഴപ്പമില്ല അല്ലേ? നിങ്ങൾ ഭയങ്കരന്മാരാണ് കേട്ടോ, ഭയങ്കരന്മാര്. ഞാൻ വിചാരിച്ചതിന്റെ അപ്പുറത്താണ് നിങ്ങൾ. എന്തായാലും കുഴപ്പമില്ല നിങ്ങൾക്ക്. കാറ്റ് വന്നാലും മഴ വന്നാലും സോപ്പിട്ട് വരുത്തിയില്ലാക്ക. ആരെ? നിങ്ങളല്ലേ. പിന്നെ നിങ്ങൾ സോപ്പിട്ടിട്ട് വേണം എനിക്ക് എന്താ പറയാ, നമ്മള് ഇതാക്കാനായിട്ട്. ഞാൻ അതല്ല ചോദിച്ചത്. ഈ ചോളഭരണം കൂടി ഇപ്പൊ ഇന്ന് പറയണതും കൂടി വൈകുന്നേരത്തേക്ക് പരീക്ഷയ്ക്ക് ഇട്ടാലോ? ഇടാനേ കുഴപ്പമൊന്നുമില്ല. അതിലിരുന്നാണ്ട് പഠിച്ചോ നിങ്ങള്. എന്താ കുഴപ്പം? വേറെ പണിയൊന്നുമില്ലല്ലോ. പറയ് നിങ്ങള്, യെസ് ഓർ നോ? യെസ്സും ഇല്ല, നോയും ഇല്ല. ഇതും കൂടി ഇടാ അല്ലേ? ഇതും കൂടി ഇടാൻ ഒന്നും കുഴപ്പമില്ല. ഒരാള് പറയണത് കേൾക്കാൻ കാത്തിരിക്കുന്നു.
എല്ലാവർക്കും ഒരു സംശയം. ഇനിയിപ്പോ ഞാൻ കുറ്റക്കാരനാവൂ, ഞാൻ കുറ്റക്കാരത്തിയാവൂ വേണമെന്ന് പറയാം. അല്ല, അതല്ല നിങ്ങളുടെ പ്രശ്നം. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, ഒക്കെ നമ്മുടെ കൂട്ടുകാരാ. നോക്കിക്കോ, ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ചോള അഡ്മിനിസ്ട്രേഷൻ വാസ് സ്ട്രോങ് മിലിറ്ററി സിസ്റ്റം ഇൻക്ലൂഡിങ് നാവി. അവിടെ ഒരു ചോദ്യം ഉണ്ട് അല്ലേ? ചോള ഭരണത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്തായിരുന്നു? സ്ട്രോങ് മിലിറ്ററി സിസ്റ്റം, ശക്തമായ ഒരു എന്താ പറയാ മിലിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളക്കാരുണ്ടായിരുന്നു. ആ പട്ടാളക്കാരുടെ ഇടയിൽ ശ്രദ്ധിക്കട്ട, നാവിക സേനയും ഉണ്ടായിരുന്നു, കപ്പൽപ്പട എന്ന് പറയും, പണ്ടത്തെ ഭാഷയിൽ കപ്പൽപ്പട അതുണ്ടായിരുന്നു. ഇനി ദ വില്ലേജ് ഓട്ടോണമി, ഗ്രാമഭരണത്തിനെ കുറിച്ചിട്ടാണ്. ഗ്രാമഭരണത്തിന് ഓട്ടോണമി എന്ന് അവിടെ പറയണത് കേട്ടോ. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ ശരിക്കും സ്വയം ഭരണം എന്നാണ് ശരിക്കും അർത്ഥം. നോക്കുക എന്താണ് ഇവിടെ മലയാളത്തിൽ കൊടുത്തത് കണ്ട, ഗ്രാമ സ്വയം ഭരണം എന്നാണ്. കണ്ട എന്താണ്, എങ്ങനെയാണ് ഗ്രാമ സ്വയം ഭരണം നടക്കുന്നത്? ഇപ്പോ ഇതാ ഇവിടെ പറയുന്നുണ്ട്, എ പോർഷൻ ഓഫ് ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ. ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ കരിങ്കല്ലുമ്മ കുത്തിവെച്ചെടുക്കണ കണ്ട, കരിങ്കല്ലുമ്മ കൊത്തിവെക്കുന്നതിനെ പറയുന്ന പേരാണ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയാം. ഇൻസ്ക്രിപ്ഷൻ കൊത്തിയിട്ട് എഴുതുക. കൈകൊണ്ട് നമ്മൾ പേനോണ്ട് എഴുതുന്നതിനെ പറയും പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയും. ഡോക്ടർ ഇങ്ങനെ പേനോണ്ട് എഴുതില്ലേ, അതിനെ പറയും പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയും. അത് കടലാസിന്റെ മീതെ എഴുതുകയാണ്. ഇത് അങ്ങനെയല്ലോ, നമ്മൾ കൊത്തിയിട്ട് ആ ഭാഗത്തെ ഇതിങ്ങനെ ചിരണ്ടി കളയണം. അപ്പൊ അതുകൊണ്ടാണ് അതിനെ പറയുന്നത് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കേട്ടാ. അപ്പൊ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ ആസ് പെർ ദ ഡിസിഷൻ ടേക്കൻ ബൈ കോമൺ സഭ അറ്റ് മീറ്റിംഗ് ഹെൽഡ് അറ്റ് ഗ്രാമസഭ മന്ദിരം ചതുർവേദി മംഗളം ഉത്തരമേരൂർ. ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു ഇലക്ട് representative to various committees in accordance with the rules laid down by ഗ്രാമസഭ. അതായത് ചോളന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇത്ര ഗ്രാമസഭ. ഇപ്പോഴും ഗ്രാമസഭ ഉണ്ട് അല്ലേ? നിങ്ങൾ പങ്കെടുക്കാറുണ്ടോ ഗ്രാമസഭയില്? പോവാറുണ്ടോ നിങ്ങള് ഗ്രാമസഭയിൽ പങ്കെടുക്കാറുണ്ടോ? ചായയും പിടിപ്പോടെയും കിട്ടും, പോയി കഴിഞ്ഞാ ചായയും ഒരു കടിയും കിട്ടും അവിടെ ചെന്നാ. പോവാറുണ്ടോ? ഇനിയിപ്പോ അടുത്ത ആഴ്ച തൊട്ടിട്ട് പോയി തുടങ്ങും, അടുത്ത മാസം തൊട്ടിട്ട്. ചായയും കടിയും കിട്ടുന്ന കാര്യം കേട്ടില്ലേ? ആദ്യം അറിഞ്ഞായിരുന്നാ നിങ്ങള്? ചായ കിട്ടുന്ന കാര്യം അറിഞ്ഞായിരുന്നാ? ഗ്രാമസഭയിലൊക്കെ പങ്കെടുക്കണം കേട്ടാ. ചെറിയ കുട്ടികളായ പങ്കെടുക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടില് നടക്കുന്ന കാര്യങ്ങള് അവിടെ നമ്മൾ അറിയണം. നമ്മുടെ രാജ്യത്തിന്റെ, ഗ്രാമത്തിന്റെ, പഞ്ചായത്തിന്റെ ഒക്കെ നടപടിക്രമങ്ങളൊക്കെ നമ്മൾ എല്ലാവരും അറിയണം. പാർട്ടി പ്രവർത്തനം നടത്തണമെന്നല്ല മാഷ് പറയണത്. നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കണം. ഇതൊക്കെ എങ്ങനെയാ നടക്കുന്നത്, എന്താണ് അവിടെ നടക്കുന്നത്, അതൊക്കെ ഒക്കെ അറിയണം. നിങ്ങൾ ഒഴിവ് കിട്ടുന്ന സമയത്ത്, മിക്കവാറും എല്ലാവർക്കും ഒഴിവുള്ള സമയത്ത് ഗ്രാമസഭയിൽ കൂടാ. അപ്പൊ അതിലൊക്കെ പോവാ, കേട്ടില്ലേ? വെറുതെ ഇരിക്കണ നേരം. കോവിഡ് ആയ കാരണം കൊണ്ട് ഗ്രാമസഭയ്ക്ക് നിർത്തിവെച്ചിട്ടുണ്ടാവും. അപ്പൊ കോവിഡ് കഴിഞ്ഞിട്ട് ഗ്രാമസഭയ്ക്ക് കൂടുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് പോവാ. It has been decided to elect a representative to various committees in accordance. അപ്പൊ ഈ ഗ്രാമസഭാ മന്ദിരം എന്ന് പറയുന്ന ഒരു മന്ദിരം, ഒരു സ്ഥലം, ഒരു ബിൽഡിങ്, അതില് മീറ്റിംഗ് വെക്കും. അവിടെ അതിനു വേണ്ട ആൾക്കാരെ നിയമിക്കും, പല കമ്മിറ്റികൾ ഉണ്ടാക്കും. ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഗ്രാമസഭയിൽ ഉണ്ടാക്കുന്ന നിയമങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ. ഇനി given above is an except from the Uttaramerur inscription that it gives information about village autonomy, which was most important feature of Chola administration. ചോള രാജഭരണ കാലഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഗ്രാമങ്ങൾക്ക് സ്വയം ഭരണ അവകാശം കൊടുത്തിരുന്നു. മനസ്സിലായോ? അപ്പോ അവര് മോശക്കാരൊന്നല്ല കേട്ടാ. ഗ്രാമങ്ങൾക്ക് സ്വയം ഭരിക്കാനുള്ള അവകാശം, ഓട്ടോണമി എന്ന് പറഞ്ഞാൽ സ്വയം ഭരണ അവകാശം. ലെറ്റ്സ് സീ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് വില്ലേജ് ഓട്ടോണമി ഓഫ് ചോള. ചോള പീരീഡിലെ ഈ എന്താണ് ഗ്രാമസഭയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഫോർ ദ സേക്ക് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ദ ചോള കിങ് ഡിവൈഡഡ് ദ കൺട്രി ഇൻ ടു മണ്ഡലംസ്, എന്താണ് വളനാഡൂസ്, നാഡൂസ്, കോട്ടംസ്. എന്തൊക്കെയാ പറയണത്? കണ്ടാ, ചോളന്മാര് ഭയങ്കരന്മാരട്ടാ, ഭയങ്കരന്മാര്. നോക്കൂ, ഫോർ ദ സേക്ക് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഭരണം ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പഠിക്കാനുള്ളതാട്ടാ, ഈ പോയിന്റൊക്കെ ഇരുന്ന് പഠിച്ചോളൂന്ന്. എന്താ ചോളന്മാര് എന്ത് ചെയ്തിരുന്നു എന്നാ പറയണത്? ദ ചോള കിങ്സ് ഡിവൈഡഡ് കൺട്രി, നമ്മുടെ രാജ്യത്തിനെ അവര് മുറിച്ചു. എന്തൊക്കെയായിട്ട് മുറിച്ചു? മണ്ഡലം, വളനാടു, നാടു, കോട്ടം. കണ്ട, 4 ഭാഗങ്ങളാക്കിയിട്ട് മണ്ഡലം എന്നും
വളനാടു എന്നും നാടു എന്നും കോട്ടം എന്നും. ഈ മണ്ഡലം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടാ. ഇപ്പൊ ഗ്രാമസഭ എന്ന് പറയുന്ന വാക്ക് ഇപ്പോഴും ഉണ്ട് അല്ലെ? നമ്മുടെ നാട്ടില് ഇപ്പോഴും നടക്കുന്നുണ്ട് ഗ്രാമസഭ എന്ന പേര്. അതേപോലെ മണ്ഡലം ഉണ്ട് ഇപ്പോഴും, നിയോജക മണ്ഡലം എന്ന് പറയാറില്ലേ. പക്ഷെ വളനാടും നാടും കോട്ടം ഒന്നും ഇല്ല. അതൊക്കെ അന്നത്തെ കാലത്ത് ഓരോ പ്രവിശ്യകളായിട്ട് തിരിച്ചുള്ളതാണ്. എ ഗ്രൂപ്പ് ഓഫ് ഓട്ടോണോമസ് വില്ലേജസ് ഫോംഡ് കോട്ടം. ഇനി അതെന്താണ് ആ കഥയെ പറയുന്നത്? ഗ്രൂപ്പ് ഓഫ് ഓട്ടോണോമസ് വില്ലേജ്, സ്വയം ഭരണാധികാരമുള്ള ഈ ഗ്രാമങ്ങള്, അങ്ങനെയുള്ള ഗ്രാമങ്ങളുടെ ഒരു കൂട്ടം എടുത്തിട്ട് അതിനെ നിന്ന് വിളിക്കും കോട്ടം. All the responsibilities and authorities relating to the administration of villages were vested with the people of the villages. ഇനി ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങൾ, അതായത് വില്ലേജിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളെല്ലാം നടത്തിയിരുന്നത് ആരായിരുന്നു? വെസ്റ്റഡ് വിത്ത് ദ പീപ്പിൾ ഓഫ് വില്ലേജസ്, അതായത് ആ ഗ്രാമത്തിലെ ജനങ്ങൾ തന്നെയായിരുന്നു. ടു കൗൺസിൽ നോൺ ആസ് ഉർ ആൻഡ് സഭ. കണ്ടാ, എന്താണ്? രണ്ട് കൗൺസിൽസ് ഉണ്ടായിരുന്നു. കൗൺസിൽസ് എന്ന് പറഞ്ഞാൽ ആരാ? ഉപദേശകന്മാര്. അവരുടെ പേരെന്താ? ഉർ എന്നും സഭ എന്നും. ഫങ്ഷൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഗ്രാമഭരണം എങ്ങനെ നടത്തണം എന്നുള്ളത്. അതായത് ഗ്രാമത്തിനൊരു തലവനുണ്ടാവും, ഗ്രാമത്തലവനുണ്ടാവും, ഒരു അതെല്ലാവരും കൂടി നിയമിക്കുന്ന ആളാണ്. പക്ഷെ അയാളെ ഉപദേശിക്കാനായിട്ട് രണ്ട് ടീമുകൾ ഉണ്ടാവും, രണ്ട് കൗൺസിൽസ് ഉണ്ടാവും. രണ്ട് കൗൺസിൽസ്. ഇപ്പൊ രാജാക്കന്മാരെ ഉപദേശിക്കാനായിട്ട് മന്ത്രിമാര് ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇവരെ ഉപദേശിക്കാനായിട്ട് രണ്ടാൾക്കാരുണ്ട്. ആരൊക്കെ? അവര് ഉർ എന്നും സഭ എന്നുമാണ് ആ ഗ്രൂപ്പിന്റെ പേര്. അതായത് ഒരാളല്ല, ഒറ്റയ്ക്ക് ഒരാളല്ല, ഒരു ടീമാണ്. The people of all village was included in the ur. ഇനി അതാണ് തമാശ. ആരാണ് ഈ ഉർ എന്ന് പറയുന്നത്? ഗ്രാമത്തിലെ ഓരോരുത്തരും ചേർന്നതാണ് ഉർ. ശ്രദ്ധിക്കട്ട, ഉർ എന്ന് പറയുന്നത്. എന്നാലോ വേറെ സഭ വാസ് ഓൺലി കൗൺസിൽ ഓഫ് ബ്രാഹ്മിൻസ്. അപ്പൊ സഭ എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ? അത് ബ്രാഹ്മണരുടെ കൂട്ടത്തിന് വിളിക്കുന്ന പേരാണ് സഭ, അല്ലെ? സഭ അല്ലെ? ഇപ്പോഴും പറയാറുണ്ട് ബ്രാഹ്മണ സഭ എന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങള് പറയണത്? ബ്രാഹ്മണ സഭ. ബ്രാഹ്മണ സഭ, ബ്രാഹ്മണന്മാരുടെ കൂട്ടത്തിന്, ബ്രാഹ്മണന്മാർ ഒരുമിച്ചിരിക്കുമ്പോ പറയും ബ്രാഹ്മണ സഭ. അത് ചോളന്മാരുടെ കാലഘട്ടത്തില് ബ്രാഹ്മണര് മാത്രം ഉൾപ്പെട്ടത് ബ്രാഹ്മണ സഭ. എല്ലാവരും ഉൾപ്പെട്ടത് ഊർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോ ഇത് ബ്രാഹ്മണ സഭ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലെങ്കിലും നിങ്ങൾ ചിലപ്പോ വേറെ സഭകൾ കിട്ടണോ? കത്തോലിക്ക സഭ എന്നൊക്കെ പറഞ്ഞിട്ട്, സഭാവിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഇത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഒരു ഗ്രൂപ്പ്, അവരുടേതായിട്ടുള്ള ആൾക്കാർ, ആ ആൾക്കാർ മാത്രം ചേർന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഊർ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ആൾക്കാർ മുഴുവനും പെട്ടു. സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണര് മാത്രം പെട്ടു. ബ്രാഹ്മണര് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ? എന്തുട്ടാ? അന്നത്തെ കാലഘട്ടത്തില് ഉന്നതർ എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു വർഗം. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും ഉന്നതരാണ്, ആരും മോശക്കാരല്ല. ഇനി ഫങ്ഷൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ. The people of all village was included in the ur, whereas Sabha was only council of Brahmin. These council assembled on premises of temple. എവിടെയാണ് അവര് സഭ കൂടിയിരുന്നത്? എവിടെയാ? premises of temple, അമ്പലം അല്ലെ? ടെമ്പിൾ, ക്ഷേത്രത്തിന്റെ പരിസരത്താണ് അത്ര അവര് സഭ കൂടുകയാണ്. മനസ്സിലായോ? ക്ഷേത്ര പരിസരത്തില് അവര് ശരിക്കും പറഞ്ഞാൽ ഈ പണ്ടത്തെ കാലത്ത് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ആൾക്കാർക്ക് ഒത്തുകൂടാനുള്ള ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ്. അന്നത്തെ കാലത്ത് കേട്ടാ. ചോളന്മാരുടെ ഒക്കെ കാലത്ത് അത് നന്നായിട്ട് നടന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറിയപ്പോഴാണ്, കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ കുറച്ച് ആൾക്കാരുടെ ആയിട്ട് മാറിയത്. പിന്നെ കുറച്ച് ആൾക്കാർക്ക് അതിലെ പോകാൻ പറ്റില്ല, മറ്റാൾക്കാർക്ക് പോകാൻ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ചോളന്മാരൊക്കെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കൊണ്ടുനടന്നിരുന്നത്. അപ്പോ ഈ premises of temple, the features of Sabha are given below. സഭയുടെ ഫീച്ചേഴ്സ് ആണ്, പ്രത്യേകത പറഞ്ഞത്. There were separate regulation for functioning of Sabha. അതായത് സഭയുടെ പ്രത്യേകതകൾ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താ? സെപ്പറേറ്റ് റെഗുലേഷൻ. അതായത് എന്താ? സഭ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെയാന്ന് പറഞ്ഞു. ബ്രാഹ്മണർക്ക് ചില പ്രത്യേക നിയമങ്ങളുണ്ട്. മനസ്സിലായി? ബ്രാഹ്മണർക്ക്, അന്നത്തെ കാലാണേ, ഇപ്പോഴത്തെ കാലല്ല. ബ്രാഹ്മണർക്ക് പ്രത്യേകം ചില നിയമങ്ങളുണ്ട്. എല്ലാവർക്കും ആ നിയമങ്ങൾ ബാധകല്ല. ബ്രാഹ്മണർക്ക് മാത്രമായിട്ട് ചില നിയമങ്ങൾ, അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് ചില ആനുകൂല്യങ്ങൾ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. The Sabha was divided into many panchayat.
വിത്ത് സെപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. മിനിട്ടാ, ഇവിടെ സഭ എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെ സഭയല്ല കേട്ടാ, എന്താ പറയാ, ഗ്രാമസഭയാണ്. ബ്രാഹ്മണ സഭയല്ല, ഗ്രാമസഭയാണ് കേട്ടാ. അപ്പോ ഗ്രാമസഭയ്ക്ക് പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ സഭ ഡിവൈഡഡ് ഇൻ ടു മിനി പഞ്ചായത്ത്. ഈ ഗ്രാമസഭേനെ പല പഞ്ചായത്തുകളായിട്ട് തിരിച്ചിരുന്നു. വിത്ത് സെപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. ഓരോ പഞ്ചായത്തിനെയും നയിക്കുന്നതിനായിട്ട് പ്രത്യേകം കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. The members of panchayat were determined through both selection and election. ഇനിയോ പഞ്ചായത്തുകളിലുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തിരുന്നത് രണ്ട് രീതിയിലായിരുന്നു. എങ്ങനെയൊക്കെ രണ്ട് രീതി? ഒന്ന് സെലക്ഷൻ, മറ്റൊന്ന് ഇലക്ഷൻ. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നേരിട്ടിട്ട് നമ്മൾ എടുക്കുന്നതാണ് സെലക്ഷൻ. ഇലക്ഷൻ എന്ന് പറഞ്ഞാലോ വോട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഏതാ പറയാ നമ്മള് ഇലക്ഷൻ എന്ന് പറയാം. അപ്പൊ തെരഞ്ഞെടുപ്പ് കടാ, നേരിട്ടെടുക്കുന്നതിന് തെരഞ്ഞെടുപ്പ്, സെലക്ഷൻ എന്ന് പറയും. നറുക്കെടുപ്പാണ് ഇത് ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പഞ്ചായത്ത് അംഗങ്ങളെ തീരുമാനിച്ചിരുന്നത് അങ്ങനെയാണ് എന്നാ പറയുന്നത്. ഇനി ഇവിടെ the whole were accused of crime such as bribery and theft were not given the chance to contest in the election. അപ്പോ ഇവിടെ ഈ കുറ്റവാളികളുണ്ടല്ലോ, കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയുള്ള കുറ്റം? ബ്രൈബറി, കൈക്കൂലി കൊടുക്കുക, അതുപോലെ തെഫ്റ്റ്, കളവ്. അവർക്കൊക്കെ നോട്ട് ഗിവൻ ചാൻസ് ടു കണ്ടസ്റ്റ് ദ ഇലക്ഷൻ. അവർക്കൊന്നും ഇലക്ഷന് പങ്കെടുക്കാൻ പറ്റില്ല. കൈക്കൂലി മേടിച്ചോ പിന്നെ അവന് ഇലക്ഷന് പങ്കെടുക്കാൻ പറ്റില്ല. അല്ലെ, അന്നൊക്കെ നല്ല ഒരു ഏർപ്പാടായിരുന്നു എന്ന് എനിക്ക് തോന്നണത്. കളവ് നടത്തിയോ അവരും ഇലക്ഷന് പങ്കെടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇലക്ഷന് നിൽക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രത്യേകത. മെമ്പേഴ്സ് ഓഫ് സഭ വേർ കോൾഡ് പെരുമക്കൾ. അല്ലെ, എന്താണ് സഭയുടെ മെമ്പേഴ്സിന് വിളിക്കുന്ന പേര് പെരുമക്കൾ എന്നാണ് വിളിക്കുന്നത്. മെമ്പേഴ്സ് ഓഫ് പഞ്ചായത്ത് വേർ നോൺ ആസ് വാരിയ പെരുമക്കൾ. മറ്റൊരു പെരുമക്കളും വെറും പെരുമക്കളും ഇവര് വാരിയ പെരുമക്കളും. All the responsibilities and powers relating to administration of villages were vested with സഭ. സഭയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും എല്ലാം അത് ആരുടെ പക്കലായിരുന്നു എന്നാ പറഞ്ഞത്? വിത്ത് സഭ. വില്ലേജിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭരണ നടത്തിപ്പും എല്ലാം സഭയുടെ കൈവശമായിരുന്നു. എന്തൊക്കെയായിരുന്നു അതിന്റെ പവേഴ്സ്? എന്തൊക്കെയാ അവരുടെ പവേഴ്സ് എന്ന് പറഞ്ഞത്? റിസീവ് ലാൻഡ് ഫോർ ദ ടെമ്പിൾസ്. അമ്പലങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമി മേടിക്കുക, സ്വീകരിക്കുക. കളക്ട് ടാക്സ് ബൈ സർവേയിങ് ലാൻഡ് സർവേ നടത്തിയിട്ട് ഭൂമി അളന്നിട്ട് അതിന്റെ ടാക്സ് പിരിക്കുക. അണ്ടർടേക്ക് പബ്ലിക് വർക്ക് ഫോർ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പൊതുവായിട്ടുള്ള നടപടികള്, വർക്കുകള്, ജോലികള്. പൊതുമരാമത്ത് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എന്താ പറയാ, പബ്ലിക് വർക്ക്. റോഡ്, കിണറ്. അന്നത്തെ കാലത്ത് പൊതുമരാമത്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. കിണറ്, പൊതുവായിട്ട് ഒരു കൂട്ട ആൾക്കാർക്ക് ഒരു കിണറുണ്ടാക്കി, പിന്നെ ഒരു ഗ്രാമത്തിലേക്ക് റോഡ് ഉണ്ടാക്കി കൊടുക്കും. റോഡ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ ടാർ ചെയ്തൊന്നല്ല, ഒരു നാട്ടുവഴി. പിന്നെയോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അണ്ടർടേക്ക് പബ്ലിക് വർക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. പിന്നെയോ വെൽഫെയർ ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പബ്ലിക് വർക്കുകൾ എടുക്കുക. പിന്നെ കീപ്പ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്. പിന്നെ എല്ലാത്തിനും കണക്കുകൾ അവർ സൂക്ഷിക്കും. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, അതുപോലെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ രേഖ, അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കണക്ക്. കണ്ടക്ട് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വില്ലേജിന്റെ നീതിന്യായ വ്യവസ്ഥിതി നടത്തുക. ഇത്രയും കാര്യങ്ങളാണ് അന്നത്തെ കാലത്ത്. തൽക്കാലം എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ പോകണ്ട. ഇനി നമ്മൾ പോയാൽ ചിലപ്പോൾ അപകടമാവും. ഇപ്പൊ എന്തോരം നമുക്ക് പഠിക്കാനുണ്ട് ഒന്ന് നോക്കി നോക്കിയേ. എത്ര പേജ് ഉണ്ട് മക്കളെ? നമ്മൾ ലാസ്റ്റ് എടുത്ത് നിർത്തിയ പേജ് എത്രയാ? അറുപത്തിരണ്ടാമത്തെ പേജ്. പാഠം തുടങ്ങുന്നത് 56 ടു 62. അപ്പൊ എത്ര പേജായി? 6 പേജ്. 56 53 അല്ലേ? 53 പേജോളുണ്ട്. പഠിക്കാൻ പറ്റില്ലേ? നിങ്ങൾ അതിലത്തെ പോയിന്റ് ഇരുന്ന് പഠിച്ചാൽ മതി. 1 വേർഡ് കേട്ടാ, ഇരുന്ന് പഠിക്കുന്ന്.
എല്ലാവരും ആ എന്തായാലും ഒന്നും ഉണ്ടാത്തത്. ഇന്നത്തെ നിങ്ങളുടെ പണി അതാണ് കേട്ടോ. വൺ വേർഡ് ഇരുന്ന് പഠിക്കുക, പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഞാനതൊന്ന് എഴുതി വെക്കട്ടെ. അറ്റൻഡൻസ് എടുക്കാം നമുക്ക് കേട്ടോ. ഇത്രയും സമയം 9:28. 9:28 കഴിഞ്ഞല്ലോ. അപ്പോ ധൃതിയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ പോവാട്ട. ധൃതി എല്ലാവരും പോകണ്ട. ഞാൻ പറയണത് അമ്മമാര് ജോലിക്കൊക്കെ പോകാനുള്ള ആൾക്കാർ, അമ്മമാര് അച്ഛന്മാർക്ക് മൊബൈൽ ആവശ്യമുള്ള ആൾക്കാരെ കൊടുത്തോ. അറ്റൻഡൻസ് എടുക്കാം. നമ്മളെ ഏത് പേജിലാണ് നിർത്തിയെന്ന് പറഞ്ഞു മക്കളെ? 63. ഇന്ന് വെള്ളിയാഴ്ച അല്ലെ? സോഷ്യല് 63 പരീക്ഷ. ഇന്ന് 16 അല്ലേ? എന്തായി, അഭിജിത്ത് ഉണ്ടാ? അഭിജിത്ത് വന്നിണ്ടായിരുന്നാ? ഉണ്ട്, വന്നിട്ടുണ്ട്. പിന്നെ ആരാ? അഭിനവില്ല, അജയ് ഉണ്ട് അല്ലേ? അജയ് വന്നിണ്ടായിരുന്നാ? ഉണ്ടായിരുന്നു. അലീന വന്നിണ്ടായ? ആൽവിൻ വന്നിട്ടുണ്ടോ? ആൽവിൻ വന്നിണ്ടായി തോന്നുന്നു അല്ലേ? എബിനോ? എബിൻ വന്നിട്ടുണ്ട്. ഗോഡ്വിൻ പ്രസന്റ് പറഞ്ഞേ. ഗോഡ്വിൻ. ഐറിൻ ചേട്ടാ, നിങ്ങളുടെ പേര് കാണാല്ലേ നിങ്ങൾക്ക് ഇതില്? പേര് കാണുമ്പോ പേര് കാണുമ്പോ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഐറിൻ ഇട്ടുണ്ട്. അടുത്ത ആള് പേര് പറഞ്ഞേ. അടുത്ത ആളുടെ പേരൊന്ന് പറഞ്ഞേ ഉണ്ടെങ്കിൽ. നവീന പ്രസന്റ്. അടുത്ത ആള് അലീഷ ഇല്ല. ഓക്കെ, അടുത്തത് ഗോപിക. ഗോപിക പ്രസന്റ്. അനയില് വന്നിണ്ടായ? അനയില് ഇത്തിരി പെശകായിണ്ട്. നമുക്ക് അനയിലിനെ ഇതാക്കണം. ഓക്കെ, എല്ലാവരും പോയിക്കോളൂ കേട്ടാ.